ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് ഹാഫ് ഇയർലി എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ രീതിയിൽ പാഠഭാഗം 1ാമത്തെ പാഠം മുതൽ 5ാമത്തെ പാഠം വരെയുള്ള പാഠത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയ ഏതാനും ചോദ്യങ്ങളുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അല്ലാഹു തആല നമ്മുടെ ഇൽമൊക്കെ ഉപകാരപ്പെടുന്ന ഇൽമായിട്ട് സ്വീകരിക്കട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ചോദ്യം നോക്കാം. 1ാമത്തെ ചോദ്യം മുതൽ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ് ഇവിടെ ചോദ്യം വന്നത്? നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്ന് നിരീശ്വരവാദി ആരോടാണ് ചോദിച്ചത്? നിരീശ്വരവാദി ആരോടാണ് നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത്? നമ്മുടെ 1ാമത്തെ പാഠത്തിൽ അൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദിച്ചത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമുക്ക് ശരി അടയാളപ്പെടുത്തി കൊടുക്കാം. അടുത്തതെന്താണ്? ഈമാനിൽ നിന്ന് ഏറ്റവും താഴത്തെ പടിയിലുള്ളത് ഏത്? ഈമാനിൽ നിന്ന് ഏറ്റവും ഉയർന്ന പടിയിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയും താഴത്തെ പടിയിലുള്ളത് വഴിയിലെ തടസ്സം നീക്കലുമാണ്. വഴിയിലെ തടസ്സം നീക്കൽ. അപ്പോൾ നമുക്കത് ടിക്കിടാം, മനസ്സിലാക്കാം. അടുത്ത്, ആരാണ് ബൽഹിലെ രാജാവ്? ആരായിരുന്നു ബൽഹിലെ രാജാവ്? ഇബ്രാഹിം ഇബ്നു അദ്ഹം. ബൽഹിലെ രാജാവ് പ്രസിദ്ധനായ ഒരു സൂഫി വര്യനായിരുന്നു. അദ്ദേഹം ബൽഹിലെ രാജാവായിരുന്നു. ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ച് നാട് വിടുകയായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുന്നതിന് എന്ത് പറയും? ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുന്നതിന് എന്താ പറയുക? ധൂർത്ത്. ധൂർത്ത് എന്ന് പറയും. സമ്പത്തുണ്ടായിട്ടും ചിലവഴിക്കാതെ അത് സൂക്ഷിച്ചു വെക്കലാണെന്ത്? പിശുക്ക്. മറ്റുള്ളവരെയൊക്കെ സഹായിക്കാതെ എടുത്തു വെക്കലാണ് പിശുക്ക്. അപ്പം അത് മനസ്സിലാക്കണം. ധൂർത്തും പിശുക്കും മനസ്സിലാക്കാം. ഇനി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനാര്? പിതൃവ്യപുത്രനാരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ അലി റളിയല്ലാഹു അൻഹു ആണ്. മനസ്സിലാക്കുക. നിങ്ങളുടെ 3ാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്തായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന പിതൃവ്യപുത്രനാണ് അലി റളിയല്ലാഹു അൻഹു. വളർത്തുമകൻ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിതൃവ്യപുത്രനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. വളർത്തുമകൻ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ ചോദ്യം ഇതിലേതെങ്കിലും മറ്റേതെങ്കിലും പേരിനെ ഉദ്ദേശിച്ച് തരാം, മനസ്സിലാക്കി പഠിക്കുക. അടുത്തത്, അൽ ഖുലഫാഉർ റാഷിദുകൾ എത്ര വർഷം ഭരണം നടത്തി? എത്ര വർഷം ഭരണം നടത്തി? അവർ 30 കൊല്ലത്തോളം ഭരണം നടത്തിയിട്ടുണ്ട്. അപ്പം 30 കൊല്ലം. 30 എന്നത് നമുക്ക് അവിടെ എഴുതാം. അടുത്തത്, യൗമുൽ ഉത്ലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? യൗമുൽ ഉത്ലത്ത് എന്താണ്? നിങ്ങളുടെ 4ാമത്തെ പാഠം ഒരു അറബി പാഠം വന്നത് അന മസ്ഊലുൻ ജിദ്ദ എന്ന പാഠം. അതിൽ നിന്നാണ് വന്നത്. യൗമുൽ ഉത്ലത്ത് പറഞ്ഞാൽ അവധി ദിവസം. അവധി ദിവസം എന്നാണ്. അപ്പം നമുക്കവിടെ ശരി അടയാളപ്പെടുത്താം. അപ്പം ഇത് നന്നായി മനസ്സിലാക്കുക. ആ പാഠത്തിൽ നിന്ന് ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം എന്നതിന് എന്താണ് അറബിയിൽ വരിക? യൗമുൽ ജുമുഅ. യൗമുൽ ജുമുഅ എന്നതിൻ്റെ അർത്ഥം ചോദിച്ചാൽ നമുക്ക് വെള്ളിയാഴ്ച എന്ന് അടയാളപ്പെടുത്താം. പിന്നെ ശനി, ശനിക്ക് എന്താണ് അതിൽ പറയുന്നത്? യൗമുസ്സബത്ത്. യൗമുസ്സബത്ത് ശനിയാഴ്ച ദിവസം. അപ്പം അതിൽ ദിവസങ്ങൾ പറയുന്നതുണ്ട്, അത് നന്നായി മനസ്സിലാക്കുക. യൗമുൽ അഹദ് ഞായർ, ഇസ്നൈനി തിങ്കൾ, സലാസായി ചൊവ്വ, അർബഈ ബുധൻ, ഹംസി. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ അതിൽ എന്താണ്? ഹാദാ ഉസ്ബൂ. ഹാദാ ഉസ്ബൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉസ്ബൂ. ഉസ്ബൂ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച. ഈ ആഴ്ച. അന മസ്ഊലൻ ഹാദാ ഉസ്ബൂ. ഈ ആഴ്ച ഞാൻ വളരെ തിരക്കിലാണ്. മനസ്സിലാക്കുക. ഉരീദു മുക്കാബലത്തക്ക കാണാൻ ആഗ്രഹിക്കുന്നു. അഭിമുഖം.
ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ആ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിക്കുക. വെള്ളിയാഴ്ച ദിവസം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അങ്ങനെ ചോദ്യം വന്നാലാ എന്താ? ഈ സ്വലാത്തുൽ ജുമുഅ വൈസ്തിറാഹത്തി മഅഇല. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. 1-2 ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ശനിയാഴ്ച എന്തിനാണ് ഉപയോഗിക്കുന്നത്? സൂക്ക് വാസ്തരി ലവാസിമുൽ ബൈത്ത് വാസൂറു അസ്തിക്കാ. അങ്ങാടിയിൽ പോയി ആവശ്യ സാധനങ്ങൾ വാങ്ങാനും കൂട്ടുകാരെ സന്ദർശിക്കാനുമാണ് ഞാൻ ശനിയാഴ്ച ഉപയോഗിക്കുന്ന പാഠഭാഗം എന്നായി മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. എന്താണ്? അന്ത്യമില്ലാതിരിക്കുക. അന്ത്യമില്ലാതിരിക്കുക എന്നതിൻ്റെ അറബിയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. എന്താണ്? അള്ളാഹു തആലയുടെ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും പഠിക്കുന്നുണ്ട്. നന്നായി പഠിക്കുക. ഇതുപോലെ മറ്റെന്തെങ്കിലും വരാം, അപ്പം നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. അന്ത്യമില്ലാതിരിക്കുക എന്നുള്ളതിന് അൽ ബക്കാ അന്ത്യമില്ലാതിരിക്കുക, അൽ ഫനാ നശിച്ചു പോകുക. അപ്പോൾ ഇവിടെ അൽ ബക്കാ എന്നതിൻ്റെ ഓപ്പോസിറ്റ് വിപരീതം ചോദിക്കും. അതായത് വാജിബിൻ്റെ ഓപ്പോസിറ്റാണ് മുസ്തഹീലായതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അൽ ബക്കാ എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് വെച്ചാൽ അൽ ഫനാ എന്ന് നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. ആ പാഠത്തിൽ ആ ഭാഗം നന്നായി മനസ്സിലാക്കണം. വാജിബായതും മുസ്തഹീലായതും ജായിസായ ഒരു സിഫത്താണ് അല്ലാഹു തആലക്കുള്ളത്. അതും മനസ്സിലാക്കി പഠിക്കണം. എന്താണ്? ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും അല്ലാഹു തആലയുടെ ജായിസായ സിഫത്താണ്. അടുത്ത ചോദ്യം, അള്ളാഹുവിന് ആകെ എത്ര സിഫത്തുകളുണ്ട്? അള്ളാഹുവിന് ആകെ എത്ര സിഫത്തുകളാണ്? 41 സിഫത്തുകളുണ്ട്. വാജിബായത് 20, മുസ്തഹീലായത് 20, ജായിസായത് 1. അങ്ങനെ 41 സിഫത്തുകളുണ്ട്. നമുക്കത് അടയാളപ്പെടുത്താം. ഇനി എന്താ വരുന്നത്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അള്ളാഹുവിന് ജായിസായ സിഫത്ത് എത്ര? ജായിസായ സിഫത്ത് 1 എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത് ഇസ്തിഹാറ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇസ്തിഹാറ എന്നാൽ വിശ്രമം എന്നാണ്. വിശ്രമം. അപ്പം അതെഴുതാ. അന മസ്ഊലുൻ ജിദ്ദ, ഞാൻ വളരെ ബിസിയാണ്, ഞാൻ തിരക്കിലാണ്. അപ്പം അതൊക്കെ അറബി പഠിച്ചു വെക്കുക. അങ്ങനെയുള്ള വാക്കുകളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ വരാം. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ ആര്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? വളർത്തുമകൻ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു നമുക്ക് അവിടെയൊക്കെ എഴുതാം. അടുത്തത് ഹിജ്റ എത്രാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്? എത്രാം വർഷമാണ്? ഹിജ്റ 11-ാം വർഷം. ഹിജ്റ 11-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. 53 വയസ്സിൽ ഹിജ്റ പോയി, 63-ാം വയസ്സിൽ വഫാത്തായി. അപ്പോൾ 11-ാം വർഷമാണ്. മനസ്സിലാക്കുക. എങ്ങനെയാണ് ധനം സമ്പാദിക്കേണ്ടത്? ഹലാലായ മാർഗത്തിലെ ധനം സമ്പാദിക്കാവൂ. ഹലാലായ മാർഗത്തിലെ ധനം സമ്പാദിക്കാവൂ. അതിനുള്ള മാർഗങ്ങളാണ് എന്ത്? കച്ചവടം, കൃഷി, വിവിധ ജോലികൾ. ഇങ്ങനെയുള്ള ഹലാലായ മാർഗത്തിലൂടെ മാത്രമേ ധനം സമ്പാദിക്കാവൂ. മനസ്സിലാക്കുക. അടുത്ത ഇനി പാചകത്തിൽ ഉത്തരം എഴുതണം. എന്താണ്? ആരാണ് ഖുലഫാ റാഷിദൂൻ? നിങ്ങളുടെ 3-ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സഹാബിമാർക്കാണ് ഖുലഫാ റാഷിദുകൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിക്കുക. അവര് 4 പേരാണ്. ആരൊക്കെയാണ് ഖുലഫാ റാഷിദുകൾ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 4 പേരാണ്. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത് ഈമാൻ എന്നാൽ എന്ത്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയെ നമുക്ക് പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. ഈമാൻ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. ഈമാൻ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. ഇതുപോലെ ആരാണ് മുഅ്മിൻ എന്ന് ചോദ്യം വരാം. അപ്പോൾ അതേതാ?
അടുത്തത് വേതനം ഹലാലാകാൻ തൊഴിലാളി എന്ത് ചെയ്യണം? വേതനം ഹലാലാകാൻ തൊഴിലാളി ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യണം. തൊഴിലാളികൾ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്താലാണ് അവർക്ക് വേതനം ഹലാലാവുകയുള്ളൂ. അതുപോലെ തൊഴിലുടമ തൊഴിലാളികളോട് കാരുണ്യത്തോടെ പെരുമാറുകയും കൃത്യമായി വേതനയും നൽകുകയും ചെയ്യണം. എങ്കിലേ അയാളുടെ സമ്പാദ്യം ഹലാലാവുകയുള്ളൂ. ഒരാളുടെ സമ്പാദ്യം ഹലാലാവണമെങ്കിൽ എന്ത് വേണം? തൊഴിലാളികളോട് കാരുണ്യത്തോടെ പെരുമാറുകയും കൃത്യമായി വേതനം നൽകുകയും വേണം. എങ്കിലേ അയാളുടെ സമ്പാദ്യം ഹലാലാവുകയുള്ളൂ. തൊഴിലുടമയുടെ സമ്പാദ്യം ഹലാലാവാൻ എന്ത് വേണം എന്ന ചോദ്യത്തിന് അങ്ങനെ മനസ്സിലാക്കി എഴുതാം. അടുത്തത് എന്താണ്? സജ്ജരിതരായ ഖലീഫമാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവർ തഖ്വ, നീതി, ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ സൽഗുണങ്ങളാൽ 4 പേരും ലോകത്തിന് മാതൃകയാണ്. ദീനി കാര്യങ്ങളിൽ അവർ സൂക്ഷ്മത പുലർത്തി. മനസ്സിലാക്കിയത. അടുത്തത് എന്താണ്? പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങളിൽ 2 എഴുതുക. പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങൾ. നമ്മുടെ സമ്പാദ്യം പുണ്യകരമായ മാർഗത്തിൽ വിനിയോഗിക്കേണ്ട 2 മാർഗങ്ങൾ എന്തൊക്കെയാണ്? പാവപ്പെട്ടവരെ സഹായിക്കുക, കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം നൽകുക, മതപരമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കലാണ് പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങൾ. മനസ്സിലാക്കുക. അടുത്തത് അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലുമാണ് അള്ളാഹു തആലയുടെ ജായിസായ സിഫത്ത്. മനസ്സിലാക്കുക. അടുത്തത് ഐന ഹദ്ഹബു ഹസൻ യൗമുൽ ഇസ്നൈൻ. എന്താണ് ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. തിങ്കളാഴ്ച ഹസൻ എന്ത് ചെയ്യുന്നു? എവിടെ പോകുന്നു? എന്താ ചെയ്യുന്നത്? അദ്ഹബു ഇലൽ മക്തബ്. അദ്ഹബു ഇലൽ മക്തബ്. അവൻ ഓഫീസിൽ പോകും. അദ്ഹബു ഇലൽ മക്തബ്. അവൻ ഓഫീസിൽ പോകും. മനസ്സിലാക്കുക. അപ്പം അതുപോലെ അതിൽ ഇവിടെ ഇസ്നൈന് ചോദിച്ച് അഹദ് ഞായർ, സലാസായി ചൊവ്വ, അർബായി ബുധൻ, ഹംസി വ്യാഴം. അങ്ങനെ ചോദ്യം മാറ്റി വരും. അപ്പോൾ ഉള്ള ദിവസത്തെ അവർ ആ ദിവസങ്ങളിലൊക്കെ അദ്ഹബു ഇലൽ മക്തബ് ഓഫീസിലാണ് പോകുന്നത്. വെള്ളി ജുമാ നിസ്കാരത്തിനും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനുമാണ്. പിന്നെ ശനി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും കൂട്ടുകാരെയും സന്ദർശിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ചോദ്യം വരുന്നതും എങ്ങനെ എഴുതണം എന്നുള്ളൂ അറബി മലയാളത്തിൽ എഴുതിയാൽ മതി. മനസ്സിലാക്കുക. അടുത്തത് പിശുക്ക് എന്നാൽ എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിശുക്ക് എന്നാൽ എന്താണ്? പണം ചിലവഴിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് പിശുക്ക് എന്ന് പറയുന്നത്. മനസ്സിലാക്കിയതാ. അടുത്തത് ആരാണ് മുഅ്മിൻ? നമ്മൾ നേരത്തെ പറഞ്ഞു. അതോ ആരാണ് മുഅ്മിൻ? ഈമാൻ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. ഈമാൻ മനസ്സിലുറപ്പിച്ച് അത് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. മനസ്സിലാക്കിയത്. അടുത്ത മുസ്തഈലായ സിഫത്തുകളിൽ 10 എഴുതുക. നമ്മൾ മുസ്തഈലായ സിഫത്തുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 10 എഴുതാനാണ്. അപ്പോൾ അതെല്ലാവരും പാഠഭാഗത്തിൽ നോക്കിയിട്ട് നന്നായി പഠിക്കുക. മുസ്തഈലായ സിഫത്തും വാജിബായ സിഫത്തും നന്നായി പഠിക്കുക. ഇതുപോലെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഇതുപോലെ 5 വരെ കുറയാതെ എഴുതാൻ വരുന്ന ചോദ്യമാണെന്ത്? ഖുലഫാഉർ റാഷിദുകൾ. ഖുലഫാഉർ റാഷിദുകളെ കുറിച്ചിട്ട് എഴുതാൻ വരാം. അത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഈമാനിനെ കുറിച്ചിട്ട് എഴുതാൻ വന്ന നമ്മുടെ 1-ാമത്തെ പാഠത്തെ ആസ്പദമാക്കിയിട്ട് എഴുതാം. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിലെ തടസ്സം നീക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അത് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവൻ മുഅ്മിൻ. അപ്പം അത്രയും കാര്യങ്ങൾ എഴുതി അത് ഒരു പാരഗ്രാഫാക്കി എഴുതാം. 5 വരിയിൽ കുറയാതെ എഴുതാം. അതുപോലെ ധൂർത്തിനെ കുറിച്ചിട്ട് എഴുതാം.
അതുപോലെ പിശുക്കിനെ കുറിച്ചിട്ട് നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ കഴിയണം, മനസ്സിലാക്കി പഠിക്കുക. ആ പാഠത്തുനിന്ന് തന്നെ എന്താണ് കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ചരക്കിൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കുക, നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക, അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിലുകൾ വരുത്തുക, കൃത്രിമക്ഷാമം ഉണ്ടാക്കി വില ഉയർത്തുക, പൂഴ്ത്തി വെക്കുക, ഇതൊന്നും കച്ചവടക്കാർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനീ പ്രബോധനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പല രാജാക്കന്മാർക്കും കത്തുകൾ അയച്ചു. പല രാജാക്കന്മാരും ഇസ്ലാം സ്വീകരിച്ചു. മദീന കേന്ദ്രമായി സ്ഥാപിച്ച ഇസ്ലാമിക രാജ്യം നീതിയിലും ധർമ്മത്തിലും മാനവികതയിലും അധിഷ്ഠിതമായിരുന്നു. ും ഇല്ലാത്തവരും തമ്മിലുള്ള സാമൂഹിക അകലം ഇല്ലാതാക്കി. സമ്പന്നർ ദരിദ്രരെ സഹായിച്ചു. അവഗണിക്കപ്പെട്ടവർക്കും പരിഗണന ലഭിച്ചു. അടിമ വിമോചനം നടപ്പിൽ വരുത്തി. സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകുകയും അവരുടെ പദവി ഉയർത്തുകയും ചെയ്തു. അങ്ങനെ 23 വർഷം കൊണ്ട് ഒരു മാതൃകാ രാജ്യ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്തു. അപ്പോൾ ആ ഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിനെക്കുറിച്ച് എഴുതാൻ വന്നാൽ അത് എഴുതാം. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന കാര്യങ്ങൾ. ഇനി എല്ലാവരും പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.